എക്സാം ആണ് ലൈഫിന്റെ ലാസ്റ്റ്, ലൈഫിന്റെ ടേണിംഗ് പോയിന്റ്. ആ ഒരു ലെവൽ വെച്ചിട്ട് അവർ ജീവനം തന്നെ ഇല്ലാതാക്കുന്ന ഒരു ചെറിയ കാര്യമല്ല. ഇപ്പൊ കേരള സിലബസിന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ, ഓണപരീക്ഷ. അതേപോലെ തന്നെ എൻ്റെ മക്കളുടെയും എക്സാം നടക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ എൻ്റെ മോനിക്ക് സംഭവിച്ചൊരു കാര്യം, അതാണ് ഇപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അവൻ എക്സാം കഴിഞ്ഞ് വന്നപാടെ ഞാൻ എന്ത് ചെയ്തു, അവൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ചു. പൊതുവേ ഞാൻ ചെയ്യുന്നത്, ഞാൻ മാത്രമല്ല കൂടുതലും അമ്മമാർ ചെയ്യുന്ന കാര്യം. മക്കളെക്കാൾ ടെൻഷൻ നമുക്കാ, മക്കൾ എന്തൊക്കെ എക്സാമിന് എഴുതി എന്നുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ച് നോക്കി. ആ ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമുണ്ട്. കാരണം ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ്, അതൊക്കെ ഇതിനകത്ത് വന്നിട്ടുമുണ്ട്. അപ്പം മോനോട് ചോദിച്ചപ്പോൾ മോനും പറയുന്നു എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ ടൈമിൽ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എൻ്റെ മോനിക്ക് അറിയാം. മോനിക്ക് അറിഞ്ഞിട്ട് കൂടി ആ ആൻസറിന് മോന് മാർക്ക് കിട്ടൂല, മാർക്ക് നഷ്ടപ്പെട്ട്. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളതാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ പട്ടികപ്പെടുത്താനുള്ളത്. അപ്പം അതേപോലെ മോൻ പട്ടികപ്പെടുത്തിയത് സൈഡിൽ കാണുന്നുണ്ടാവും, നിങ്ങൾ കറക്റ്റായിട്ട് കാണുന്നുണ്ടാവും. മോൻ പട്ടികപ്പെടുത്തിയത് കറക്റ്റുമാണ്. പക്ഷെ അതിൽ മോന് വന്നൊരു കൺഫ്യൂഷൻ. ആ ഒരു കൺഫ്യൂഷൻ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ മാർക്ക് നഷ്ടപ്പെട്ടത്. മൂന്നാമത്തതിൽ ആദ്യം ക്വസ്റ്റ്യൻ എഴുതി, അതിൻ്റെ താഴെ ഓപ്ഷനായിട്ട് എ എഴുതി, എന്നിട്ടാണ് പട്ടിക കൊടുത്തിട്ടുള്ളത്. അതിൻ്റെയും താഴെ വേറെയും ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിലുള്ളതാണ് ഇതിലേതോ ഒന്ന് കറക്റ്റാണ്. ആ കറക്റ്റിൽ വേണം ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മോനിക്ക് എന്ത് ചെയ്തു, അതെന്താന്നുള്ളത് മനസ്സിലായില്ല. നേരെ തെറ്റുത്തരാണ് ടിക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ നേരെ മുകളിൽ നോക്കുമ്പോൾ പട്ടികയിൽ അവൻ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ചേരുമ്പടി ചേർക്കുക എന്നൊക്കെ പറയില്ലേ, അത് കറക്റ്റായി ചേർത്തിട്ടുണ്ട്. പക്ഷെ അതിനെക്കൊണ്ട് ഒരു കാര്യമില്ല, അവൻ്റെ മാർക്ക് പോയി. ഇത് ഞാൻ പറഞ്ഞ പാടെ മോനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിപ്പോയി. ആ സങ്കടം കണ്ടപ്പോൾ ഞാൻ കുറേ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ല മോനെ, ഒന്നും കുഴപ്പമില്ല. എന്നിട്ടും കരച്ചലാ. എനക്ക് അതിൻ്റെ ഉത്തരം അറിയാം, ഉമ്മ നോക്ക് ഉമ്മയുടെ നോക്ക്, ഞാൻ മാർക്ക് ചെയ്തിട്ട് കാണുന്നില്ലേ, ഇത് നോക്കുമ്മ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. അത് കണ്ടപ്പോൾ എനിക്കും നല്ല വിഷമമായിപ്പോയി. കാരണം വെച്ചാൽ പഠിക്കാനിട്ടാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ അറിയാനിട്ടാണെങ്കിൽ ഓക്കെ. ആൻസർ അറിഞ്ഞിട്ടും ക്വസ്റ്റ്യൻസിലെ കൺഫ്യൂഷൻ കൊണ്ട് മോനിക്കത് തെറ്റ് പറ്റി. അതിലിപ്പോൾ ചെറിയ മക്കളോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് കരയേ ചെയ്യുള്ളൂ. ഞാൻ ടീച്ചറെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് മിസ് ചെയ്യുന്നു. മിസ് പറഞ്ഞു പോട്ടെ, അടുത്ത എക്സാമിന് കറക്റ്റ് ആക്കാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് പറഞ്ഞു. നമ്മളെന്ത് സമാധാനിപ്പിച്ചിട്ടും കാര്യമില്ല. മോനിക്ക് ഇന്നത്തെ എക്സാമിന് പഠിക്കാനുള്ള ആ ഒരു മൂടേ പോയി. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എക്സാം ഒന്നല്ല ലൈഫിൻ്റെ ലാസ്റ്റ് എന്നുള്ള ആ ഒരു കാര്യം നീ ചിന്തിക്കണം എന്നുള്ളത്. അവരെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ എന്നെ കളിയാക്കും, എല്ലാവരും ആൻസർ എഴുതിയിട്ടുണ്ടാവും, ഞാൻ മാത്രമേ ചെയ്യാനുണ്ടാവും, ഇത് ഈസിയുള്ള ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് അറിയുന്നത്. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടെ. അപ്പം ഇങ്ങനെ ഒരു കാര്യം എൻ്റെ മോന് സംഭവിച്ചപ്പോൾ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നു കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ ടെക്സ്റ്റും നോട്ടും പഠിപ്പിക്കുന്നതിന് പുറമെ നമ്മുടെ മക്കൾക്ക് എക്സാമിൻ്റെ ഫോർമാറ്റും കൂടി ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത്, വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ക്ലാസ്സിൽ നിന്ന് ടീച്ചേഴ്സും അതുപോലെ വീട്ടിൽ നിന്ന് നമ്മുടെ മക്കളെ കാര്യങ്ങൾ. ഇപ്പോൾ കൂടുതലും ചില മക്കൾ ആവറേജ് പഠിക്കുന്നു, ചിലർക്ക് നല്ലോണം ക്യാച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ. എൻ്റെയൊക്കെ മോന് ആവറേജ് പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവനിക്ക് എങ്ങനെ പറഞ്ഞു കൊടുത്താൽ ആ മൈൻഡിലേക്ക് പോവുക, എങ്ങനെയാണ് അവൻ മനസ്സിലാക്കിയെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ മെയിനായിട്ട് നോക്കണം. നമ്മളിപ്പോൾ ഒരു ടീച്ചറായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ പഠിപ്പെത്തുന്നുള്ളൂ. ഇത് ക്വസ്റ്റ്യൻസ് ഇട്ട ആൾക്കാരെ കുറ്റപ്പെടുത്താനൊന്നുമല്ല, ഇതിൽ നമ്മളും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ രീതി ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷൻ ചെയ്യിപ്പിച്ചിട്ട് മക്കൾക്ക് അത് ആൻസർ കിട്ടുമോ നോക്കുന്ന രീതിയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റിയത് അത് തന്നെയാണ്. ചിലപ്പോൾ വേറെയും കുട്ടികൾക്ക് ഇതുപോലെ ഉള്ള എക്സ്പീരിയൻസ് എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് വന്നിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അത് പറയാം. ഈ ചെറിയ ചെറിയ എക്സ്പീരിയൻസ് ആയിരിക്കും മറ്റുള്ള പേരൻസിനും കൂടി ഉപകാരപ്രദമാകുന്നത്. ചെറിയ കാര്യമാണ്, വലിയ കാര്യമൊന്നുമല്ല. ഇതിപ്പോൾ കാണുന്ന ആളുകൾക്ക് ഇതെന്താ ഇത്ര വലുത് എന്നുള്ളത്, പക്ഷെ ആ മക്കൾക്ക് അത് വലിയ കാര്യമാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ മക്കളെ എങ്ങനെയാണ് അതിൻ്റെ ഒന്ന് റിക്കവർ ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഇങ്ങനെ തെറ്റ് നമ്മുടെ മക്കൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. പ്രത്യേകിച്ച് എക്സാം വരുന്ന ടൈമിൽ വീട്ടിൽ പൊതുവെ ഒച്ചപ്പാടും ബഹളമായിരിക്കും. ഞാനടക്കം ഒച്ചയിട്ട് സംസാരിക്കലുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഇങ്ങനെ ഒച്ച എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. മക്കൾക്ക് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, ബാക്കി മക്കൾ നോക്കിക്കോട്ടെ. അവരുടെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പൊതുവെ കുറേ മക്കൾ ആത്മഹത്യ ചെയ്ത വിഷയങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ.
SLCക്ക് മാർക്ക് കുറഞ്ഞതിന്, +2ന് മാർക്ക് കുറഞ്ഞതിന് അല്ലേ? മക്കൾ വിചാരിക്കുന്നത് എക്സാമാണ് ലൈഫിൻ്റെ ലാസ്റ്റ്, ലൈഫിൻ്റെ ടേണിങ് പോയിന്റ്. ആ ഒരു ലെവൽ വെച്ചിട്ട് അവർ ജീവനം തന്നെ ഇല്ലാതാക്കുന്ന ഒരു ചെറിയ കാര്യമല്ല. ഈ ഒരു മാർക്ക് കുറഞ്ഞപ്പോൾ എൻ്റെ മോനിക്ക് ഉണ്ടായ സങ്കടം എന്ന് പറയുന്നത്, അത് ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിപ്പോയിട്ടുണ്ട്. കുറേ കഷ്ടപ്പെട്ടിന് അവൻ കരഞ്ഞ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവൻ കരഞ്ഞ് അവശ്യ നിലയിലുണ്ടായി. ഇന്നലെ ശരിക്കും ഞാൻ പഠിപ്പിക്കാതിരിക്കുമ്പോൾ അവൻ കരഞ്ഞുകൊണ്ടാണ് പഠിക്കുന്നത്. അപ്പം അതൊക്കെ കണ്ടപ്പോഴാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. നമ്മളിനി മക്കളെ പഠിപ്പിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യാം, നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും പഠിപ്പിക്കുന്ന അതേപോലെ തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരും, ഇതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ഒരു ഫോർമാറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്, ടിക്ക് മാർക്ക് ചെയ്യാണ്ട് ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ നല്ലത്. ഇപ്പം ഇതിൽ ഞാൻ കണ്ട കാര്യം അതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്.